बच्चों, हम बीरबहू की कहानी देख रहे थे, है ना। पिछली कक्षा में हमने दो स्कूली बच्चों की दोस्ती देखी है, बेला और साहिल। वे दोनों सदा साथ साथ रहते थे, सब काम साथ साथ करते थे आदि उनके बारे में हमने देखा है। आगे देखिए। गणित के माट साहब सुरेंद्र जी का पीरियड खेलखंडी के बाद आता था। बच्चे उनसे कामते थे और खेलखंडी बंद होने से 2 मिनट पहले ही अपनी अपनी जगहों पर आकर बैठ जाते। എന്താ പറഞ്ഞത്? ഗണിത് കണക്കല്ലേ, കണക്കിൻ്റെ माट साहब ने मास्टर साहब अध्यापक सुरेंद्र जी। गणित के माट साहब का नाम है सुरेंद्र जी। उसका पीरियड खेलखंडी के बाद खेलखंडी PT പീരീഡ് കളിക്കുന്ന സമയം. അപ്പോൾ खेलखंडी PT പീരീഡിന് ശേഷമാണ് അദ്ദേഹത്തിൻ്റെ പീരീഡ് വരുന്നത്. बच्चे उनसे कामते थे, तो उनको उनकी उनको उनसे बच्चे बहुत डरते थे. അദ്ദേഹത്തോട് അദ്ദേഹത്തിൻ്റെ കുട്ടികൾക്ക് ഭയങ്കര പേടിയായിരുന്നു. അപ്പോൾ കാമ്പിനാന്ന് പേടിച്ച് വറക്കുക, അദ്ദേഹത്തിനെ കാണുമ്പോൾ തന്നെ പേടിച്ച് വറക്കുമായിരുന്നു. और खेलखंडी बंद होने से 2 मिनट पहले ही अपनी अपनी जगहों पर आकर बैठ जाते थे. അതുകൊണ്ട് കുട്ടികൾ ഈ PT പീരീഡ് കഴിയുന്നതിന് 2 മിനിറ്റ് മുന്നേ തന്നെ അവരവരുടെ സ്ഥാനത്ത് വന്ന് ഇരിക്കുമായിരുന്നു. സുരേന്ദ്ര ജി മാട്ട് സാബ് ഇസി പീരീഡ് മേ കോപ്പി ജാൻസേ थे. ഈ പീരീഡാണ്, അതായത് PT പീരീഡിന് ശേഷം വരുന്ന ഈ പീരീഡാണ് അദ്ദേഹം ജാൻസിനെ പരിശോധിക്കുന്നത്. അതായത് കോപ്പി എന്ന് പറഞ്ഞാൽ കണക്കിൻ്റെ മാഷ് ഹോംവർക്ക് നോക്കലായിരിക്കും. ജരാസി ഗൾത്തി पर बच्चों को इधर उधर फेंक देते थे या जापट मारने लगते थे. ചെറിയ തെറ്റ് കണ്ടാൽ ചെറിയ തെറ്റിന് പോലും കുട്ടികളെ അങ്ങോട്ടും ഇങ്ങോട്ടും വലിച്ചെറിയുകയും കുട്ടികളെ അടിക്കുകയും ചെയ്യുമായിരുന്നു. നല്ലോണം മുഖത്തടിക്കുമായിരുന്നു ഈ അധ്യാപകൻ. ഉൻകാ ഹാത്ത് ചലന ശുരു ഹോത്താ തോ രുക്ന ഭൂൽ ജാത്താ താ. അദ്ദേഹം കൈ പ്രയോഗിക്കാൻ തുടങ്ങി കഴിഞ്ഞാൽ നിർത്താൻ അയാൾ മറന്നുപോകും. അതായത് സുരേന്ദർജി മാട്ട് സാബ് बच्चों से ऐसा व्यवहार करते थे. वे बच्चों को सदा डराते थे, बच्चे उनसे डरते थे और उसका पीरियड अक्सर खेलखंडी के बाद आता था. तब सभी बच्चे उनसे डरकर खेलखंडी बंद होने के 2 मिनट पहले ही अपनी अपनी जगहों पर आकर बैठ जाते थे और अपनी कॉपी वगैरह टी करके रखते थे. इसी पीरियड में वे कॉपी जांचते हैं और कुछ गलती देखने पर वे बच्चों को इधर उधर फेंक देते थे और बच्चों से बहुत नाराज़ हो जाते थे. तो वो बच्चों से पीटते थे, मारते थे बच्चों को. उसके हाथ चलाना शुरू होता तो रुकना भूल जाता था. അദ്ദേഹം അടിക്കാൻ തുടങ്ങി കഴിഞ്ഞാൽ നിർത്താം, അയാൾ മറന്നു പോകും. അതാണ് പറഞ്ഞത്. एक दिन सुरेंद्र जी माट साहब ने बेला के बालों में पंजा फंसाया, पर शायद जिस गलती को पाकर वे उसके बाल पकड़कर फेंकने वाले थे वह गलती थी ही नहीं. അങ്ങനെ ഒരു ദിവസം एक दिन सुरेंद्र जी माट साहब ने क्या किया? बेला के बालों पर पंजा फंसाया. बेला के बालों में पंजा फंसा. ബേലയുടെ മുടി പിടിച്ച് വലിച്ചു. പഞ്ച എന്ന് പറഞ്ഞാൽ അറിയാലോ, കൈയുടെ പഞ്ചഗുസ്തി എന്ന് പറയുന്നത് കൈയുടെ കൈപ്പത്തി വരുന്ന ഭാഗം, അതാണ് പഞ്ച. അപ്പോൾ കൈവിരൽ ഓടിച്ച മുടിയിലൂടെ എന്നിട്ട് അവളെ വലിച്ച് എറിയാൻ വേണ്ടി പോയി. ഷായത് ജിസ് ഗൽത്തിക്കോ പാക്കർ, ഒരു പക്ഷേ എന്ത് തെറ്റ് കണ്ടിട്ടാണോ അദ്ദേഹം മേലയുടെ മുടി വലിച്ചെറിയാൻ പോയത്, അത് വാസ്തവത്തിൽ തെറ്റേ ആയിരുന്നില്ല. പിന്നെ അദ്ദേഹത്തിന് മനസ്സിലായി वो गलती नहीं है. उन्होंने बेला को छोड़ दिया. तो ऐसे मालूम होने पर उन्होंने क्या किया? उन्होंने बेला को छोड़ दिया. बेलയെ അങ്ങോട്ട് വിട്ടു. बेला के भयभीत चेहरे को देखकर साहिल बुरी तरह डर गया था. तो उस समय बेला बहुत भयभीत थी. तो बेला के भयभीत चेहरा മുഖം, ബേലയുടെ പേടിച്ച് പറക്കുന്ന മുഖം കണ്ടപ്പോൾ സാഹിൽ बुरी तरह डर गया था. സാഹിലും വളരെ മോശമായ രീതിയിൽ പേടിച്ചു പോയി. उसने देखा कि बेला के पाँव अभी भी काम रहे थे. तो साहिल जो बेला को देखा, तब बेला कैसी थी? बेला के पाँव काम रहे थे. സാഹിൽ ബേലയെ നോക്കുമ്പോൾ എന്താ കാണുന്നത്? ബേലയുടെ കാല് വറക്കുകയാണ്. ജैसे वो खड़े अभी गिर जाएगी. അതായത് എങ്ങനെയാണെന്ന് വെച്ചാൽ അവൾ നിന്നെടുക്കുന്ന ഇപ്പം വീണു പോകുമോ എന്ന തോന്നലുണ്ടായി. सुरेंद्र जी माट साहब ने कॉपी को उसके बैठने की जगह पर फेंकते हुए कहा, बैठ अपनी जगह पर. तो उसने गलती नहीं की है, बेला ने गलती नहीं की है. सुरेंद्र जी माट साहब को मालूम हो गया. तब उसने क्या किया? उसकी कॉपी है ना, कॉपी देखते समय उसने ऐसा किया था. तो कॉपी उसके बेला के बैठने की जगह पर फेंकते हुए कहा, बैठ अपनी जगह पर. ബേല ഇരിക്കുന്ന സ്ഥാനത്ത് അവളുടെ കോപ്പി വലിച്ചെറിഞ്ഞുകൊണ്ട് പറഞ്ഞു, ഇരിക്കുന്നതിൻ്റെ സ്ഥാനത്ത് എന്ന് പറഞ്ഞു. അല്ലാണ്ട് അയാൾ സോറി ഒന്നും ചെയ്തു പോയ മോളെ തെറ്റൊന്നുമില്ല, സോറി എന്നൊന്നും അയാൾ പറഞ്ഞില്ല. അയാൾ ആ കോപ്പി അങ്ങോട്ട് വലിച്ചു ചാടി എന്നിട്ട് ഇരിക്കുന്നതിൻ്റെ സ്ഥാനത്ത് എന്ന് പറഞ്ഞു.
ബേല കാ മൻ ബഹുത് ഖരാബ് ഹോ ഗയ. ഈ സംഭവം കൊണ്ട് ബേലയുടെ മനസ്സ് വളരെ മോശമായി. മാഷ് സാബ് ചാഹെ മുझे പീട്ട് ലേത്തെ മഗർ സാഹിൽ കെ സാമനെ നഹി. മാഷക്ക് വേണമെങ്കിൽ എന്നെ അടിക്കാമായിരുന്നു, പക്ഷേ അത് സാഹിലിൻ്റെ മുന്നിൽ വെച്ചാകരുത്. तो बेला का मन खराब होने का कारण माट साहब पीटने की वजह से नहीं है. फिर क्या है? वो माट साहब ने साहिल के सामने ही किया है. മാഷ് അടിച്ചത് കൊണ്ടല്ല, പക്ഷെ എന്താണ്, സാഹിലിൻ്റെ മുന്നിൽ വെച്ച് ഇങ്ങനെ ആയതുകൊണ്ടാണ് ബേലക്ക് എന്താണ് ഇത് വളരെ മോശമായി തോന്നിയത്. അതെന്താ കാരണം? वह साहिल के सामने खुद को शर्मिंदा महसूस कर रही थी क्योंकि वह जानती थी कि वह साहिल की नज़र में बहुत अच्छी है. जब वह उसके पास आकर बैठी उससे नज़र नहीं मिला पाई. അപ്പോൾ അവിടെ എന്താണ് കാരണം? വ സാഹിൽ കെ സാമനെ ഖുദ് കോ ഷർമിന്ദ മെഹസൂസ് കർ റഹി തി. അവൾ സാഹിലിൻ്റെ മുന്നിൽ സ്വയം എന്താണ് ലജ്ജ അനുഭവിച്ചറിയുകയാണ് അവൾ. ക്യോങ്കി വ എന്തുകൊണ്ടാണെന്ന് വെച്ചാൽ അവൾക്കറിയാം സാഹിൽ കി നസർ മേ ബഹുത് അച്ചി ഹെ. बेला सोचती है कि साहिल की नज़र में वो बहुत अच्छी लड़की है. ये घटना तो साहिल के सामने ही हुआ है, इसीलिए बेला सोचती है कि साहिल की नज़र में मैं कुछ गिर गई हो. ഞാൻ കുറച്ച് താണു പോയോ. ഇപ്പോൾ സാഹിൽ കരുതുന്നത് ഞാൻ നല്ല കുട്ടിയാണെന്നാണ് കരുതുന്നത്. അപ്പോൾ ഇങ്ങനെ മാഷ് സാഹിലിൻ്റെ മുന്നിൽ വെച്ചാണ് എന്നോട് ഇങ്ങനെ പെരുമാറിയത്. അപ്പോൾ ഈ കാരണം കൊണ്ട് ഞാനെന്താ സാഹിലിൻ്റെ ദൃഷ്ടിയിൽ നിന്ന് ഞാനൊന്ന് കുറച്ച് കുറഞ്ഞു പോയോ, താണുപോയോ എന്നാണ് അവൾ ചിന്തിക്കുന്നത്. ജബ് ഉസ്കെ പാസ് ആക്കർ ബൈട്ടി ഉസെ നസർ നഹി മിലാ പായി. അങ്ങനെ അവൾ പിന്നെ അവൻ്റെ അടുത്ത് വന്നിരുന്നു, പക്ഷേ എന്താ അവനോട് നോക്കാൻ അവൻ്റെ നേർക്ക് നോക്കിയതേ ഇല്ല. നസർ മിലാന, ദൃഷ്ടി പതിക്കുക, നേർക്ക് പരസ്പരം നോക്കിയതേ ഇല്ല. അപ്പോൾ അവിടെ ഒരു ചോദ്യം ഉണ്ട്. അത് ചോദ്യം ഇപ്പുറത്തെ ഭാഗത്ത് കൊടുത്തതിന് ശരി കാർഡ് വേണ്ടുന്നതാണ്. ജബ് ഉസ്കെ പാസ് ആക്കർ ബൈട്ടി ഉസെ നസർ നഹി മിലാ പായി ക്യോ. എന്തായിരിക്കും ഉത്തരം? അടുത്ത് വന്നിരുന്നു, നോക്കി അവൾക്ക്, പക്ഷേ അവൾ നേർക്ക് നോക്കാൻ പറ്റിയില്ല അവൻ്റെ നേർക്ക്. എന്താ കാരണം? बेला जानती है कि साहिल की दृष्टि में वो बहुत अच्छी लड़की है, लेकिन जब मास्टर साहब से दुरनुभव हुआ तो वह सोचती है कि वह साहिल की नज़र से कुछ गिर गई है, इसलिए शर्मिंदा होकर नज़र नहीं मिला पाई. മനസ്സിലായല്ലോ? ഞാൻ നേരത്തെ വിവരിച്ച കാര്യങ്ങൾ തന്നെയാണ് ഇത്. അവൻ്റെ മുന്നിൽ വെച്ചാണ് മാഷിങ്ങനെ പെരുമാറിയത്. അപ്പോൾ അതുകൊണ്ട് അവൻ്റെ ദൃഷ്ടിയിൽ എൻ്റെ സ്ഥാനം ഒന്ന് കുറഞ്ഞു പോയോ എന്ന ഭയമായിരുന്നു അവൾക്ക്. ഇനി അത് കഴിഞ്ഞു. ഇനി അടുത്ത ഭാഗത്തേക്ക് പോകാം. ദീപാവലി की छुट्टियों के बाद जब स्कूल खुला तो बेला के सिर पर सफ़ेद पट्टी बांधी थी. ദീപാവലിയുടെ അവധിയൊക്കെ കഴിഞ്ഞ് സ്കൂൾ തുറന്നപ്പോൾ ബേലയുടെ തലയിൽ ഒരു വെളുത്ത കെട്ട് കെട്ടിയിട്ടുണ്ടായിരുന്നു. സിർ पर സഫേദ് പട്ടി, വെളുത്ത കെട്ട്. അത് ബാൻഡേജ് ഇട്ട് കെട്ടുന്നതിനാണ് മിക്കവാറും അങ്ങനെ പറയുക. വെളുത്ത കെട്ട് കെട്ടിയിട്ടുണ്ട്. ഇത് നമ്മുടെ നാട്ടിലുള്ളത് പോലെയല്ല. അവിടെയൊക്കെ എന്താണ്, ദീപാവലിക്ക് ഒരുപാട് അവധിയുണ്ട്. അപ്പോൾ ഈ അവധി ദിവസങ്ങളൊക്കെ കഴിഞ്ഞ് സ്കൂൾ തുറന്നപ്പോൾ ബേല സ്കൂളിൽ വരുന്നത് തലയിൽ വെളുത്ത കെട്ട് കെട്ടിയിട്ടാണ്. കോയി സെ ഹോയ് സഫേദ് പട്ടി കർ രഹാ താ തോ കോയി സുൽത്താന ഡാക്കു തോ കോയി കുച്ച് ഓർ കർ ചിടാ രഹാ താ. അപ്പോൾ വെളുത്ത കെട്ട് കെട്ടിയിട്ട് വരുന്ന ഇവളെ കുറേ പിള്ളമാരുണ്ടാവല്ലോ കളിയാക്കൽ. അപ്പോൾ കുറച്ച് കുട്ടികൾ എന്ത് ചെയ്തു? ഹോയ് സഫേദ് പട്ടി, വെളുത്ത പട്ടിയല്ല, വെളുത്ത കെട്ട് കെട്ടിയവളെ എന്ന് പറഞ്ഞുകൊണ്ട് അവളെ കളിയാക്കാൻ തുടങ്ങി. അപ്പം മറ്റു കുറച്ച് കുട്ടികൾ സുൽത്താന ഡാക്കു, കൊള്ളക്കാരുടെ രാജ്ഞി, സുൽത്താന ഡാക്കു, കൊള്ളക്കാരുടെ രാജ്ഞി എന്ന് പറഞ്ഞുകൊണ്ട് അവളെ കളിയാക്കുന്നുണ്ട്. നിങ്ങൾ കണ്ടിട്ടുണ്ടോ സിനിമയിലൊക്കെ? കൊള്ളക്കാരൊക്കെ എപ്പോഴും തലയിൽ കൂടി കെട്ടും. കൊള്ളക്കാരീൻ്റെ ചിത്രമൊക്കെ പൂലൻ ദേവിയുടെ ചിത്രമൊക്കെ കാണുമ്പോൾ മനസ്സിലായിട്ടാണ് അതിൻ്റെ ഒരു വെളുത്ത കെട്ട് കെട്ടിയിട്ടുണ്ടാവും. അപ്പോൾ ഈ വെളുത്ത കെട്ടിയത് കൊണ്ട് കൊള്ളക്കാരുടെ രാജ്ഞി എന്നൊക്കെ പറഞ്ഞ് അവളെ ശല്യം ചെയ്ത് ചിടാന ശല്യം ചെയ്യുക, അവളെ ശല്യപ്പെടുത്താൻ തുടങ്ങി. ये क्या हो गया बेला? साहिल ने परेशान होते हुए पूछा. ഇതാ എന്താ പറ്റിയത് ബേല എന്ന് സാഹിൽ പരിഭ്രമിച്ചുകൊണ്ട് ചോദിച്ചു. അപ്പോൾ മറ്റുള്ള കുട്ടികളൊക്കെ കളിയാക്കിയത്, പക്ഷേ സാഹിൽ കളിയാക്കിയോ? ഇല്ല. സാഹിൽ പരിഭ്രമിച്ചുകൊണ്ട് ചോദിച്ചു, ഏ ക്യാ ഹോ ഗയാ ബേല, എന്ത് പറ്റി ബേല എന്ന് ചോദിച്ചു. അപ്പോൾ സാഹിൽ ബഹുത് പരേഷാൻ തേ. ചസ്സേ ഗിർ ഗയി ബേലാനെ ഹസ്തേ ഹുയെ കഹ. മേൽക്കൂരയുടെ മേലേന്ന് വീണത്, മേൽക്കൂര നമ്മൾ ടെറസ് എന്ന് പറയാം, ടെറസിൻ്റെ മേലേന്ന് താഴെ വീണുപോയി. ബേലാനെ ഹസ്തേ ഹുയെ കഹ, ബേല ചിരിച്ചുകൊണ്ട് പറഞ്ഞു. അവർ കഹ, എന്നിട്ട് പറഞ്ഞു, ബഹുത് ദിൻ ഹോ ഗയേ ആജ് ഖേൽ കണ്ടി മേ ഗാന്ധി ചൗക്ക് മേ ലങ്കടി ടാങ് ഖേലെങ്കെ. ഒരുപാട് ദിവസങ്ങളായി, ഇന്ന് നമുക്ക് എന്ത് ചെയ്യാം, ഖേൽ കണ്ടി PT പീരീഡ് ഗാന്ധി ചൗക്ക് എന്ന് പറഞ്ഞാൽ ഗാന്ധി സ്ക്വയർ എന്നൊരു പേര് കൊടുത്ത, സ്കൂളിൽ ഒരു പ്രത്യേക സ്ഥലത്തിന് ഗാന്ധി സ്ക്വയർ എന്ന് പേര് കൊടുത്തു. അവിടെ ഗാന്ധിജിയുടെ പ്രതിമയൊക്കെ ഉണ്ടാവുമായിരിക്കും, അതുകൊണ്ടാണ് അങ്ങനെ കൊടുത്തത്. ഗാന്ധിജി സ്ക്വയർ എന്ന് പേര് കൊടുത്തു. അപ്പോൾ ഗാന്ധി സ്ക്വയറിൽ പോയി നമുക്ക് ലങ്കടി ടാങ് എന്ന് പറഞ്ഞാൽ നമ്മുടെ നാട്ടിലെ കുട്ടികൾ ഒറ്റ കാലിൽ തുള്ളിയിട്ട് കളിക്കൂലേ, കക്ക് കളി എന്നൊക്കെ പറയാൻ, മടന്തി കളിക്കുന്നതിനാണ് ലങ്കട എന്ന് പറഞ്ഞാൽ മടന്ത എന്നർത്ഥം. ലങ്കടി ടാങ് എന്ന് പറഞ്ഞാൽ മുടന്തിയിട്ടുള്ളത് ഒറ്റക്കാലിൽ തുള്ളിയിട്ടുള്ള കളി. അപ്പോൾ അത് കളിക്കാം, കക്ക് കളിക്കാമെന്ന് പറഞ്ഞു.
പിന്നെ പി ടി പീരീഡ് നമുക്ക് ഗാന്ധി സ്ക്വയറിൽ പോയി കക്ക് കളിക്കാമെന്നാണ് ആര് പറയുന്നത്? ബേല പറയുന്നത്. സാഹിൽ ബഹുത്ത് പരേശാൻ തേ ലേക്കിൻ ബേല കെ മുഖ में कोई परेशानी नहीं थी. बेला क्या कहते हैं? आज केलकंडी में गांधी चौक में जाकर हम लंगड़ी टांग खेलेंगे. അപ്പോൾ സാഹിൽ എന്താ പറയുന്നത്? നെഹി കേലെങ്കെ, ഇല്ല വേണ്ട, കളിക്കണ്ട, ഇല്ല കളിക്കൂല. തേരെ സിർമേ ഫിർസെ ലഗ് ജായേഗി തോ, നിൻ്റെ തലക്കങ്ങാൻ വീണ്ടും കൊണ്ടുപോയാലോ. അപ്പോൾ സാഹിൽ को डर है, साहिल परेशानी है, वो सोचती है कि ऐसे खेलने पर मैं उसके सिर पर फिर से लग जाएगी तो अथवा വീണ്ടും തലക്കങ്ങാൻ കൊണ്ടുപോയാലോ. അപ്പോൾ ബേല कहती है नहीं लगेगी, ഇല്ല കൊള്ളൂല. बेला ने जिद की, बेला शाढ़ी पिടിച്ചു. और वे हमेशा की तरह सारे बच्चों के साथ गांधी चौक की बालू में पूरी കേൽക്കണ്ടി ലംഗടി ടാങ് खेले. അങ്ങനെ അവർ എല്ലായ്പ്പോഴും പോലെ എല്ലാ കുട്ടികളുടെയും ഒപ്പം ഗാന്ധി സ്ക്വയറിൽ പോയി പി ടി പീരീഡ് മുഴുവനും ലംഗടി ടാങ് കളിച്ചു, അത് കക്ക് കളിച്ചു. इन बच्चों को अपने चारों ओर खेलते देखकर गांधी जी की मूर्ति ऐसी दिखाई पड़ती जैसे और समय से कुछ अधिक मुस्कुरा रही हो. ഈ കുട്ടികളെ തൻ്റെ ചുറ്റുപാട് നിന്ന് കളിക്കുന്ന കണ്ടപ്പോൾ ഗാന്ധിജിയുടെ പ്രതിമ എങ്ങനെ കാണപ്പെട്ടു? കുറച്ച് സമയമായിട്ട് അത് കൂടുതലധികം പുഞ്ചിരിക്കുന്നത് പോലെ കാണപ്പെട്ടു. അതായത് കുറേ കാലമായിട്ട് സ്കൂൾ അവധിയായിരുന്നല്ലോ, കുട്ടികളവിടെ കളിക്കാനൊന്നും ഉണ്ടായിരുന്നില്ല. അപ്പോൾ കുട്ടികൾക്ക് കളിക്കാനും പറ്റിയിരുന്നില്ല. അപ്പോൾ അവധിയൊക്കെ കഴിഞ്ഞ് കുട്ടികൾ കുറേ കാലത്തിന് ശേഷമാണ് അവിടെ വന്ന് കളിക്കുന്നത്. അപ്പോൾ കളിക്കാൻ കിട്ടിയ ഈ ഒരു അവസരത്തിൽ കുട്ടികൾക്കൊക്കെ പരമാവധി സന്തോഷമാണ്. ഈ കുട്ടികളിലുള്ള ഈ സന്തോഷമാണ് ഗാന്ധിജിയുടെ പ്രതിമയിൽ പ്രതിഫലിക്കുന്നത്. ഗാന്ധിജിയുടെ പ്രതിമ കൂടുതൽ പുഞ്ചിരിക്കുന്നത് പോലെ കാണപ്പെട്ടു. കുട്ടികളുടെ മുഖത്തുള്ള സന്തോഷം ഗാന്ധിജിയുടെ പ്രതിമയിൽ പ്രതിഫലിക്കുകയാണ്. മനസ്സിലായല്ലോ? അപ്പോൾ അതിൻ്റെ ഉത്തരം എന്താ പറയുക? അതിൻ്റെ ഉത്തരം അവിടെ ഒരു ചോദ്യമില്ലേ? इन बच्चों को अपने चारों ओर खेलते देखकर गांधी जी की मूर्ति ऐसी दिखाई पड़ती जैसे और समय से कुछ अधिक मुस्कुरा रही हो. इसका मतलब क्या है? बच्चों को कई दिन के बाद खेलने का मौका मिला है, इससे बच्चे बहुत खुश हैं. यहाँ पर बच्चों की खुशी की झलक गांधी जी की मूर्ति पर पड़ रही है. മനസ്സിലായല്ലോ? അതാണ് അവിടെ അതിൻ്റെ ആൻസർ വരുന്നത്. ഇനി അടുത്ത ഭാഗം നോക്കാം. രവിവാർ കാ ദിൻ था, ഒരു ഞായറാഴ്ച ദിവസമായിരുന്നു. സാഹിൽ അപ്നെ ഘർ മേ നീം കെ പേട് കി ഡാലി പക്കഡ്കർ ജൂം രഹാ था. അപ്പോൾ ഞായറാഴ്ച അവധിയാണല്ലോ അല്ലേ? അപ്പോൾ രവിവാർ കെ ദിൻ സാഹിൽ ക്യാ കർത്തേ തേ? അപ്നെ ഘർ കെ നീം എന്ന് പറഞ്ഞാൽ വേപ്പിൻ്റെ മരത്തിൻ്റെ കൊമ്പ് പിടിച്ച് ആടുകയാണ്, ജൂംന ആടുക. നീം കെ പേട് കി ഡാലി പക്കഡ്കർ സാഹിൽ ജൂം രഹാ था. वो एक സ്റ്റൂൾ पर ചടുക്കർ ജൂൽത്താ था. അവനൊരു സ്റ്റൂളിൻ്റെ മുകളിൽ കയറിയിട്ടാണ് ജൂലിന ആടുക. ജൂലിന ഊഞ്ഞാലാടുന്നതാണ് ജൂലിന എന്ന് പറയാം. ജൂമിന എന്ന് പറഞ്ഞാൽ ആടുക. അവനൊരു സ്റ്റൂളിൻ്റെ മുകളിൽ കയറിയിട്ടാണ് ആടുന്നത്. നമ്മൾ സ്കൂൾ വീട്ടിൽ പോയാൽ കുട്ടികൾ മരത്തിൻ്റെ കൊമ്പൊക്കെ പിടിച്ച് ആടുമല്ലോ. അപ്പോൾ നിലത്ത് നിന്ന് കൊമ്പ് പിടിച്ച് ആടുമ്പോൾ കാല് നിലത്ത് മുട്ടും. അതുകൊണ്ട് സ്റ്റൂളിൻ്റെ മുകളിൽ കയറിയിട്ടാണ് കൊമ്പ് പിടിച്ച് ആടുന്നത്. അച്ചാനക് ടൂട്ടേ സ്റ്റൂൾ की एक कील साहिल की पिंडली में लग गई, 1 इंच गहरा गड्ढा हो गया. അങ്ങനെ സ്റ്റൂൾ വെച്ച് സ്റ്റൂളിൻ്റെ മുകളിൽ കയറി കൊമ്പ് പിടിച്ച് ആടുന്ന സമയത്ത് എന്ത് ചെയ്തു? ഒരു പൊട്ടിയ സ്റ്റൂളിൻ്റെ ഒരു ആണി, കീൽ എന്ന് പറഞ്ഞാൽ ആണി സാഹിലിൻ്റെ പിണ്ടലിമേൽ, പിണ്ടലി എന്ന് പറഞ്ഞാൽ മുട്ടിന് താഴെ പിൻവശത്തായിട്ടുള്ള മാംസളമായ ഭാഗത്തിനാണ് പിണ്ടലി എന്ന് പറയാം. അതെങ്ങനെയാണെന്ന് വെച്ചാൽ നമ്മൾ സ്റ്റൂളിൻ്റെ മുകളിൽ കയറിയിട്ട് മുന്നോട്ട് ആടിയാൽ അതേപോലെ ബേക്കോട്ട് വരുമല്ലോ. അപ്പോൾ ബേക്കോട്ട് വരുമ്പോൾ ആ സ്റ്റൂൾ അവിടെയുണ്ട്. കാല് കൊണ്ടുപോയി ആ സ്റ്റൂളിന് വെച്ചടിച്ചു. അപ്പോൾ കാലിൻ്റെ പിൻഭാഗത്ത് ഒരു 1 ഇഞ്ച് ആഴത്തിലുള്ള ഒരു മുറിവുണ്ടായി. 1 ഇഞ്ച് ഗഹര ഗഡ്ഡ ഹോകെ, 1 ഇഞ്ച് ആഴത്തിലുള്ള ഒരു കുഴി, ഗഡ്ഡ എന്ന കുഴിയാണ്, ഒരു കുഴിയുണ്ട്, അതൊരു മുറിവുണ്ടായി. അപ്പോൾ അത് മനസ്സിലായല്ലോ? അപ്പോൾ സാഹിൽ കോ കൈസെ ചോട്ട് ലഗി थी? नीम के पेड़ की डाली पकड़कर झूमते समय अचानक एक टूटे स्टूल की कील साहिल की पिंडली में लग गई. മനസ്സിലായല്ലോ? അതാണ്, അങ്ങനെയാണ് അവിടെ സാഹിലിന് മുറിവ് പറ്റിയത്. ആകെ देखिए, ഇനി മുന്നോട്ട് നോക്കാം. उसे सरकारी अस्पताल में पट्टी बंधवाने के लिए ले जाया गया. उसने देखा कि 2 लोगों को छोड़कर आगे बेला खड़ी है. അപ്പോൾ സാഹിൽ को कहाँ ले जाया गया? സർക്കാരി अस्पताल में. क्यों? പട്ടി ബന്ധവാനെ के लिए. മുറി പറ്റിയാൽ നമ്മൾ ആശുപത്രിയിലേക്ക് കൊണ്ടുപോകുമല്ലോ, മുറി വെച്ച് കെട്ടാൻ. അപ്പോൾ പട്ടി ബന്ധവാന ബാൻഡേജ് ചെയ്യുക, ബാൻഡേജ് ചെയ്ത് നമ്മുടെ ആശുപത്രിയിലേക്ക് കൊണ്ടുവന്നു. उसने देखा कि 2 लोगों को छोड़कर आगे बेला खड़ी है. അപ്പോൾ സാഹിൽ അവിടെ വന്നപ്പോൾ നമുക്ക് അവിടെ പോയ പാട് നമ്മൾ ക്യൂ നിൽക്കണ്ടേ? ക്യൂവിൽ നിൽക്കുന്ന സമയത്ത് എന്താ കാണുന്നത്? അതിൻ്റെ മുന്നിൽ 2 പേര് കഴിഞ്ഞ് അതിൻ്റെ മുന്നിൽ നിൽക്കുന്നത് ബേലയാണ്. അപ്പോൾ 2 പേരുടെ മുന്നിലായിട്ട് ബേല നിൽക്കുന്നത് കണ്ടു. സിർമേ പട്ടി ബന്ധുവാനെ ആയി, അവളും തലയിൽ മുറിവ് വെച്ച് കെട്ടാൻ വന്നതാണ്, ഡ്രസ്സ് ചെയ്യാൻ വേണ്ടി വന്നതാണ്. സ്കൂൾ ആത്തേ ജാത്തേ ഹുയെ അവർ കക്ഷാമേ, അങ്ങനെ സ്കൂളിൽ വരികയും പോവുകയും ചെയ്യുമ്പോഴും കക്ഷാമേ ക്ലാസ്സിലും കൈ ദിനവും തക്ക് ഒരുപാട് ദിവസങ്ങളോളം ദോ ऐसे बच्चे दिखाई देते रहे जिनमें से एक के सिर पर पट्टी बंधी होती और एक की पिंडली में. അപ്പോൾ അങ്ങനെ സ്കൂളിൽ വരികയും പോകുമ്പോഴും പിന്നെ കുറേ ദിവസങ്ങളിലുമായിട്ട്
സ്കൂളിൽ അങ്ങനെയുള്ള രണ്ട് കുട്ടികളെ കാണപ്പെട്ടു. അതിൽ ഒരാളുടെ തലയിൽ വെളുത്ത കെട്ട് കെട്ടിയിട്ടുണ്ട്, മറ്റൊരാളുടെ പിണ്ടലിൽ കാലിൻ്റെ ബാക്ക് ഭാഗത്ത് വെളുത്ത കെട്ട് കെട്ടിയിട്ടുണ്ട്. അങ്ങനെ സഫേദ് പട്ടി വാലയെ ദോനും കഹീം പർ ബി സാത്ത് ഹി ദിക്കായി ദേത്തെ. അങ്ങനെ വെളുത്ത കെട്ട് കെട്ടിയിട്ടുള്ള ഈ രണ്ട് കുട്ടികളും എവിടെ നോക്കിയാലും എപ്പോഴും ഒരുമിച്ച് കാണപ്പെട്ടു. हम जानते हैं कि मेवेला और साहिल सदा साथ साथ रहते हैं. तो उनको चोट लगी थी, तब भी दोनों को एक साथ चोट लगी. एक के सिर पर चोट लगी और दूसरे के पिंडली में. तो दोनों ये चोट लगकर पट्टी बांधकर सफ़ेद पट्टी बांधकर स्कूल आते जाते रहते हैं. तो देखने वाले लोगों को ये आश्चर्य सा हुआ. മനസ്സിലായല്ലോ? അതുവരെയാണ് നമ്മളിപ്പോൾ പറഞ്ഞത്. और आगे देखिए, ഇനി മുന്നോട്ട് നോക്കാം. 5वीं कक्षा का रिज़ल्ट आ गया. 5ാം ക്ലാസ്സിൽ റിസൾട്ട് വന്നു. दोनों चढ़ी में आ गए. രണ്ടുപേരും 6ാം ക്ലാസ്സിലേക്കായി. ये स्कूल 5वीं तक ही था. ഈ സ്കൂളിൽ 5ാം ക്ലാസ് വരെയേ ഉള്ളൂ. तो 5वीं कक्षा का रिज़ल्ट आ गया, दोनों चढ़ी में पास हो गए. लेकिन ये स्कूल केवल 5वीं तक ही है. उसका अर्थ क्या है? उनको आगे की पढ़ाई के लिए दूसरे स्कूल में जाना पड़ेगा. അവർക്ക് ഇനി അങ്ങോട്ട് പഠിക്കണമെങ്കിൽ വേറെ സ്കൂളിലേക്ക് പോകണം. സാഹിൽ अब तुम कहाँ पढ़ोगे? സാഹിൽ ഇനി നീ എവിടെയാണ് പഠിക്കുക? ബേലാനെ പൂച്ച. ബേല ചോദിച്ചു. और तुम कहाँ पढ़ोगी ബേല? നീ എവിടെയാണ് പഠിക്കുക ബേല? സാഹിലിനെ പൂച്ച. സാഹിൽ ചോദിച്ചു. അപ്പോൾ അതേ പറഞ്ഞു, ഒരാൾ പറയുന്നത് തന്നെയാണ് മറ്റേ ആൾ പറയാന്ന്. അതുപോലെ തന്നെ ആദ്യം ബേല ചോദിച്ചു നീ എവിടെയാണ് പഠിക്കുക. അപ്പോൾ സാഹിൽ അത് തന്നെ കേൾക്കുന്നത്. അതിൻ്റെ ഉത്തരമല്ല പറയുന്നത്, നീ എവിടെയാണ് പഠിക്കുക ബേല ചോദിച്ചു. മേരെ പാപ്പാ കഹരേത്തെ കി തുജെ രാജകീയ കന്യാ പാഠശാലാമേ പഠായെങ്കിൽ. और तुम, എൻ്റെ അച്ഛൻ പറയുന്നത് നിന്നെ രാജകീയ കന്യാ പാഠശാലയിൽ പഠിപ്പിച്ചത്. നിന്നെ എന്ന് പറഞ്ഞാൽ ബേലയെ, അച്ഛനല്ലേ പറയുന്നത്. അച്ഛൻ ബേലയോട് പറയാണ് നിന്നെ രാജകീയ കന്യാ പാഠശാല എന്ന് പറഞ്ഞാൽ ഗവൺമെൻറ് ഗേൾസ് സ്കൂൾ. അപ്പം നിന്നെ ഗവൺമെൻറ് ഗേൾസ് സ്കൂളിലാണ് പഠിപ്പിക്കുക എന്നാണ് അച്ഛൻ പറയുന്നത്. അപ്പോൾ ബേലയെ ഗവൺമെൻറ് ഗേൾസ് സ്കൂളിൽ പഠിപ്പിക്കുമെന്നാണ് ബേലയുടെ അച്ഛൻ പറയുന്നത്. അവർ തും, നിന്നെയോ? മുझे അഗലേ സാൽ അജ്മേർ ഭേജ് ദേങ്കെ. എന്നെ അടുത്ത കൊല്ലം അജ്മേറിലേക്ക് അയക്കും. വഹാം ഏക് ഹോസ്റ്റൽ ഹെ. അവിടെ ഒരു ഹോസ്റ്റലുണ്ട്. ഗർസെ ദൂർ വഹാം അക്കേല രഹൂങ്ക. വീട്ടിൽ നിന്ന് ദൂരെ അവിടെ ഒറ്റയ്ക്ക് താമസിക്കും. അപ്പോൾ ബേല അഗലേ സാൽ രാജകീയ കന്യാ പാഠശാല में पढ़ने जा रही है, तो साहिल अजमेर में पढ़ने के लिए जा रहा है. അപ്പോൾ സാഹിൽ വഹാം घर से दूर वहाँ हॉस्टल में रहकर पढ़ने जा रहा है. വീട്ടിൽ നിന്ന് വിട്ട് ദൂരെ അങ്ങ് ഹോസ്റ്റലിൽ താമസിച്ച് പഠിക്കാനാണ് സാഹിൽ പോകുന്നത്. ക്യോം സാഹിൽ, എന്തുകൊണ്ടാണ് സാഹിൽ? പതാ നഹി ക്യോം, എന്തുകൊണ്ടാണെന്ന് എനിക്കറിയില്ല. तो यानी कि अब तुम फुलेरा में ही नहीं रहेंगे. तो यानी कि, അതായത് നീ ഇനി ഫുലേരയിൽ തന്നെ ഉണ്ടാവും. ഫുലേര നമുക്കറിയാം ജംഗ്ഷൻ്റെ പേരാണ്. ഫുലേരയിൽ തന്നെ നീ ഉണ്ടാവില്ല എന്നാണോ പറയുന്നത്? നഹി തുമാരാ റിപ്പോർട്ട് കാർഡിലേക്ക് ദിക്കാനാ, ഇല്ല എന്ന് പറഞ്ഞുകൊണ്ട് സാഹിൽ വിഷയം മാറ്റിയാണ്. നിൻ്റെ റിപ്പോർട്ട് കാർഡ്, പ്രോഗ്രസ് കാർഡ് കാണിച്ചാട്ടെ. അപ്പോൾ സാഹിൽ ഫുലേര ചോടുക്കർ ജാരഹ. സാഹിൽ ഫുലേര തന്നെ വിട്ടിട്ട് പോവുകയാണ്. അപ്പോൾ അത് പറഞ്ഞുകൊണ്ട് എന്താ പറയുന്നത്, പിന്നെ നിൻ്റെ റിപ്പോർട്ട് കാർഡ് കാണിച്ചാട്ടെ എന്നാണ് പറയുന്നത്. സാഹിൽ ബേല കാ റിപ്പോർട്ട് കാർഡ് ദേഖ് രഹാ താ और ബേല സാഹിൽ കാ. അങ്ങനെ സാഹിൽ ബേലയുടെ പ്രോഗ്രസ് കാർഡ് നോക്കിയാണ്, സാഹിൽ ബേലയുടെയും, ബേല സാഹിലിൻ്റെയും സാഹിൽ ബേലയുടെയും മാറി മാറി നോക്കിയാണ്. ആജ് ആഖിരി ബാരി വേ ഏക് ദൂസരേക്ക് കോയി ചീസ് കോ ചൂക്കർ ദേഖ് രഹേ थे. ഇന്ന് അവസാനത്തെ തവണയാണ് ഒരാൾ മറ്റൊരാളുടെ ഒരു പ്രോഗ്രസ് കാർഡ് തൊട്ട് നോക്കുന്നത്. ഇന്ന് അവസാനത്തെ തവണയാണ്. ഇന്ന് സ്കൂൾ വിട്ട് റിസൾട്ട് അറിഞ്ഞ് വീട്ടിലേക്ക് പോവുകയാണ്. പണി അടുത്ത പ്രാവശ്യം മുതൽ അവർ വേറെ സ്കൂളിൽ പോകാൻ പോവുകയാണ്. പിന്നെ ലാസ്റ്റാണ് അവർ കാണുന്നത്. തുമാരി ആങ്ക് മേ ആസു ക്യോം ആ രഹേ ഹെ ബേല. നിൻ്റെ കണ്ണിൽ എന്താ കണ്ണുനീരെന്നറിയുന്നത് ബേല? മുझे क्या पता, എനിക്കെന്തറിയാൻ. ബേലാനെ ഡബ്ഡബായി ആങ്കോസെ ഹസ്തേ ഹുയെ കഹ. ബേല കണ്ണുനീര് പൊഴിച്ചുകൊണ്ട്, ഡബ്ഡബാണ് കണ്ണുനീർ തുള്ളി തുള്ളിയായി പ്രവഹിക്കുക. കണ്ണുനീർ തുള്ളി തുള്ളി ധാരധാരയായി ഒഴുകുന്നുണ്ട്. അങ്ങനെയുള്ള കണ്ണുകളോടുകൂടി ചിരിച്ചുകൊണ്ട് പറഞ്ഞു. അപ്പോൾ കണ്ണുനീര് ഒലിക്കുന്നുണ്ടെങ്കിലും അവൾ ചിരിച്ചുകൊണ്ടാണ് സംസാരിക്കുക. കരയുന്നത് അവൾ പുറത്ത് കാണിക്കാതിരിക്കാൻ ശ്രമിക്കുന്നു. ചിരിച്ചുകൊണ്ടാണ് അവൾ പറയുന്നത്. എനിക്കെന്തറിയാൻ. സാഹിൽ കി ആങ്കയും ബീർബക്കുട്ടിക്ക് തര ലാൽ ഹോനെ ലഗി. സാഹിലിൻ്റെ കണ്ണുകൾ ബീർബക്കുട്ടികളെ പോലെ ചുവന്ന് തുടുക്കാൻ തുടങ്ങി. അവർ ഉന്മേം ബാരിഷ് കി ബൂന്തോം സ പാനി ബർഗയാത്ത. അതിൽ മഴക്കാലത്തെ തുള്ളികൾ പോലെ, മഴത്തുള്ളികൾ പോലെ വെള്ളം നിറയാൻ തുടങ്ങി. ബേല കാനയിലേക്ക്. ഇപ്പോൾ ബേല പറയാൻ തുടങ്ങി. മേ ചിടാവു അവത്തുമേ, ഞാൻ നിന്നെ ഇപ്പോൾ കളിയാക്കട്ടെ. ഡോനി സൂരത് സാഹിൽ, ഡോനി സൂരത് സാഹിൽ. കരയുന്ന സൂരത് എന്ന മുഖം, കരയുന്ന മുഖമുള്ള സാഹിൽ എന്ന് പറഞ്ഞുകൊണ്ട് ബേല കളിയാക്കാൻ തുടങ്ങി. അപ്പോൾ ബേല और സാഹിൽ दोनों के मन में बहुत दुख है, दोनों रोने वाले हैं. രണ്ടാളും കരയാൻ പോകുന്നുണ്ട്. फिर भी वे एक दूसरे को क्या है, एक दूसरे से छिपाना चाहते हैं. പക്ഷെ ഒരാൾ മറ്റൊരാളിൽ നിന്ന് അത് ഒളിച്ചു വെക്കാൻ, മറച്ചു വെക്കാൻ ശ്രമിക്കുന്നു. ഒരാൾ മറ്റൊരാളുടെ മുമ്പിൽ നിന്ന് അത് കരയുന്നത് മറച്ചു വെക്കാൻ വേണ്ടി ശ്രമിക്കുന്നു. അപ്പോൾ ബേല സാഹിൽ സെ कहते हैं, क्या कहते हैं उसे, ഡോനി സൂരത് സാഹിൽ എന്ന് പറഞ്ഞുകൊണ്ട് കളിയാക്കുകയാണ്. മനസ്സിലായല്ലോ?
അപ്പോൾ दोनों के आंखों से आंसू बहने लगी. ബാരിഷേം ആനേമേ 1.5 മഹീന ബാക്കിത്ത. മഴക്കാലം വരാൻ ഇനിയും 1.5 മാസത്തോളം ബാക്കിയുണ്ട്. ലേക്കിൻ പക്ഷേ ഇത് ബാരിഷോം സെ പഹലേക്ക് ബാരിഷ് കാ എക് ദിൻ ത. മഴക്കാലത്തിൻ്റെ മുന്നിലുള്ള ഒരു മഴക്കാലത്തിൻ്റെ ദിവസമാണ്. ഇത് മഴക്കാലം വരുന്നതിന് മുന്നിലുള്ള ഒരു മഴയുടെ ദിവസമാണിത്. എന്താ അങ്ങനെ പറയുന്നത് നോക്കാലോ. എന്താ അങ്ങനെ പറയാൻ കാരണം? अपने बिछुड़न के बारे में सोचकर बेला और साहिल के मन में दुख का बादल छाया हुआ था. അവരുടെ എന്താണ് ബിച്ചുടൻ ബിച്ചെന്നാൽ വേർപിരിയ വേർപാടിനെ പറ്റി ചിന്തിച്ചിട്ട് ബേലയുടെയും സാഹിലിൻ്റെയും മനസ്സിൽ ദുഃഖത്തിൻ്റെ മേഘങ്ങൾ വ്യാപിച്ചിരിക്കുകയാണ്. അച്ചാനക് ദോനോക്കി ആങ്കും സെ ആസു ടപ്പക്കനെ ലഗെ. പെട്ടെന്ന് രണ്ടുപേരുടെയും കണ്ണിൽ നിന്ന് കണ്ണുനീര് പ്രവഹിക്കാൻ തുടങ്ങി. യഖാൻ ദോനോക്കെ രോത്തി സൂരത്കോ ബാരിഷ് സെ തുൽനാക്കി. ഇങ്ങനെ രണ്ടുപേരുടെയും കരയുന്ന ആ മുഖത്തിനെയാണ് ഇവിടെ മഴയായിട്ട് താരതമ്യം ചെയ്തത്. മനസ്സിലായല്ലോ? അതാണ് അതിൻ്റെ ഉത്തരം വരുന്നത്. അവിടെ കള്ളിയിലുള്ള ചോദ്യത്തിൻ്റെ ഉത്തരം അതാണ്. ധൂൾഭരി തേസ് ഹവായും ചൽറിയെത്തി. പൊടി കളർന്ന ശക്തമായ കാറ്റ് വീശുന്നുണ്ട്. പാനി ബരസ്റ്റഹാത്ത. മഴ പെയ്യുന്നുണ്ടായിരുന്നു. ഫുലേര കസ്ബേക്ക് ബാദൽ ഛായി ഏക്ക് ഗലിമേ. ഫുലേര എന്നുള്ള ആ ചെറിയ ടൗണിലെ മേഘങ്ങൾ കൊണ്ട് നിറഞ്ഞ ഒരു തെരുവിൽ പാഞ്ചിവിസെ ചടിയമേൻ ചലികൈ ഏക്കിലടുക്കി ജാരഹീത്തി. 5th 6ാം ക്ലാസ്സിലേക്ക് പോയ ഒരു പെൺകുട്ടി ഉണ്ടായിരുന്നു. അപ്പോൾ പാഞ്ചിവീംസെ ചടിയമേൻ ചലികൈ ഏക്കിലടുക്കി ജാരഹീത്തി. ചലികൈ ഏക്കിലടുക്കി ജാരഹീത്തി. അണ്ടർലൈൻ ചെയ്യണം അത്. उसके बुरे बाल वीर बहूटियों के रंग के लाल रिबन से बंधे थे. उसके बुरे बाल അവളുടെ തവിട്ട് നിറത്തിലുള്ള മുടി. बुरे बाल बुര വിശേഷണമാണ്, ബാൽ സജ്ഞയാണ്. वीर बहूटियों के रंग के लाल रिबन से बंधे थे. ലാൽ റിബൺ അവിടെയും ലാൽ വിശേഷണമാണ്. വീർ ബഹൂട്ടിയുടെ നിറത്തിലുള്ള ചുവന്ന റിബൺ കൊണ്ട് കെട്ടിയിട്ടുണ്ട്. അപ്പോൾ ഫുലേര കസ്ബे के एक बादल छाई गली में 5वीं से चढ़ी में चली गई एक लड़की यानी बेला जा रही थी. बेला के बुरे बाल वीर बखूटियों के रंग के लाल रिबन से बंधे थे. दूसरी दिशा में മറ്റൊരു ഭാഗത്ത് दूसरी दिशा को जाती एक गली. മറ്റൊരു ഭാഗത്തേക്ക് പോകുന്ന ഒരു തെരുവിൽ 5वीं से चढ़ी में गया एक 11 साल का लड़का. 5th 6ലേക്ക് പോയ ഒരു 11 വയസ്സുള്ള ആൺകുട്ടി പോകുന്നുണ്ടായിരുന്നു. ജാരഹാത്ത 11 साल का लड़का ജാരഹാത്ത. ലടുക്ക ജാരഹാത്ത അത് ഓർമ്മ വേണം. ലടുക്ക ആയതുകൊണ്ടാണ് സാൽക്ക വന്നതും ജാരഹാത്ത എന്ന് പറഞ്ഞതും. इसकी पिंडली में वीर बखूटियों के रंग का सा 1 इंच लंबा चोट का निशान था. निशान है ना अड़याളം. तो इसकी पिंडली में है निशान. निशान के कहा है पिंडली में. क्या कैसा निशान थी? कैसा निशान? वहाँ 1 इंच लंबा चोट का निशान. ये निशान कैसा था? 1 इंच लंबा चोट का निशान. 1 ഇഞ്ച് ആഴത്തിലുള്ള ഒരു മുറിവിൻ്റെ ഒരു അടയാളം. അപ്പോൾ എന്താ പറഞ്ഞത്? तो बेला और साहिल अलग अलग रास्ते में जा रहे हैं. एक रास्ते में एक गली की ओर बेला जा रही है तो दूसरी गली की ओर साहिल जा रहा है. और बेला के बुरे बाल लाल रंग के रिबन से बंधा है. तब साहिल की पिंडली में वीर बखूटी के रंग यानी लाल रंग का एक निशान है. चोट का निशान है. ഇതാണ് ഈ പാഠം ഇവിടെ തീരുന്നു. രണ്ടുപേരും വേറെ വേറെയാവുന്നു. പോകുന്ന സമയത്ത് രണ്ടുപേരുടെ കാലിൽ, ഒരാളുടെ കാലിലെ മുറിവ് മറ്റേ തലയിൽ മുറിവൊക്കെ ഉണങ്ങി അതിന് പകരം ചുവന്ന റിബൺ കൊണ്ട് മുടി കെട്ടിയിട്ടുണ്ട്. മറ്റവൻ്റെ കാലിൽ ബീർബക്കുട്ടിയുടെ നിറത്തിലുള്ള ഒരു മുറിവിൻ്റെ അടയാളമുണ്ട്. ഇത്രയാണ് നമ്മൾ ഈ പാഠത്തിലുള്ളത്.